ഹലോ വെൽക്കം ടു മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ റോക്ക്വെൽ ഗാർഡൻസിലാണ്. എന്തായാലും ഇവിടെ ദീപക് മേനൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇദ്ദേഹം നമുക്ക് വേണ്ടി ഇന്നൊരു അടിപൊളി 2 വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നൊരു നാളെ പാചകമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണാം. പഴയ വീടാണ്, നല്ലൊരു ഭംഗിയുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി. നമുക്കിപ്പം അകത്തേക്ക് പോകാം അല്ലേ. നമസ്കാരം. ഹായ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ദീപക് ചേട്ടൻ. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി? ഇന്ന് നമ്മൾ ഫിഷ് പിക്കിളും പിന്നെ നാളികേരം കൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടും കൂടിയുണ്ട്. 2 കൂട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇത് എത്ര വർഷമായ വീടാണ്? നല്ല വലിയോ? ഇത് ഓൾമോസ്റ്റ് 50 years. 50 years ആയ വീടാണ്. നിങ്ങളുടെ തറവാടാണിത്? തറവാടല്ല, അച്ഛൻ വന്ന് പണിതതാണ്. ഓക്കെ ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ വീടാണ്. നമുക്കൊന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. തീർച്ചയായിട്ടും. ഓക്കെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് പിക്കിൾ. അതിന് യൂസ് ചെയ്യുന്ന ഫിഷ് നെയ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ½ കിലോ. അര കിലോ. അത് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കണം. നെയ്മീൻ മാത്രം യൂസ് ഏത് ഫ്ലഷ് ഉള്ള ഫിഷ് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പം നെയ്മീൻ അര കിലോ നല്ലപോലെ. ഇതിൽ മസാല നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? മസാല നമ്മൾ എടുക്കുന്നത് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ. അത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഉപ്പ്. ഇത് 3ഉം നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ പുരട്ടി ഒരു ½ an hour മാരിനേറ്റ് ചെയ്യണം. ഓക്കെ. നമ്മൾ ഇനി അടുപ്പ് കത്തിച്ച് ഓക്കെ. നമ്മൾ ഈ പിക്കിളിന് യൂസ് ചെയ്യുന്ന എണ്ണ ജിഞ്ചലി ഓയിൽ, നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 4-5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പിലേക്ക് ഒഴിക്കണം. ആവശ്യത്തിന്. ഇപ്പോൾ അര കിലോ ആയതുകൊണ്ട് 4 to 5 ടേബിൾ സ്പൂൺ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഫിഷ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. പിക്കിൾ ഉണ്ടാക്കുന്നത്. അതെ. എണ്ണ ചൂടായി വരുന്നു, നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നു. നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിക്കിളിന് നല്ലെണ്ണയാണ് ടേസ്റ്റ്. അതെ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. 2 സൈഡും. എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി. നല്ലെണ്ണയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ടേസ്റ്റ് എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്, ഈ പിക്കിൾ ഇടുന്നത്? ഇത് എൻ്റെ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മ നല്ല കുക്കാണ്, അമ്മയും കുക്കാണ്. അപ്പോൾ അവർ കണ്ട് ചെയ്ത് ഇൻട്രസ്റ്റ് വന്നു. ചേട്ടൻ എഞ്ചിനീയർ അല്ലേ? അതെ. മൊരിഞ്ഞു വരുന്നുണ്ട്. സ്കിന്ന് കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. സ്കിൻ കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം മീനിന്റെ സ്കിൻ ഇല്ലാണ്ടാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സ്കിൻ ഉണ്ടെങ്കിൽ ഒരു സ്കിൻ ഇല്ലാതെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ രീതി. നെയ്മീൻ ആയതുകൊണ്ട് അത് കളയാനും എളുപ്പമാണ്. എന്തായാലും നമുക്കിനി ഫ്രൈ ആവാൻ എത്ര നേരം വേണ്ടി വരും? ഒരു 5 minutes. നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം വരെ. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് പൊടിയുന്നുണ്ട്. പക്ഷെ അതാണ് അല്ല, എന്നാലും പൊടിയരുതെന്നാണ്. പക്ഷേ ചിലപ്പോൾ ഒക്കെ അങ്ങനെ വരും. നമ്മുടെ മീൻ നന്നായിട്ട് ഇപ്പം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അധികം ആയിട്ടില്ല, നല്ലപോലെ ഒന്ന് കുക്കായി വരണം, അത്രേ ഉള്ളൂ. നമ്മളിത് മാറ്റുന്നു. സാധാരണ പിക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ കഴിക്കാൻ പറ്റും. സെക്കൻഡ് നെക്സ്റ്റ് ഡേ എടുക്കുന്നതാണ് കുറച്ചും കൂടി. ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, പിക്കിളില്ല. ഓക്കെ. ഫിഷ് പിക്കിൾ ഉണ്ടാക്കുന്നതിന് ഫിഷിന്റെ ഒരു പ്ലേറ്റ് തന്നെയാണ് ചേട്ടൻ കണ്ടുപിടിച്ചത് അല്ലേ? അതെ. ഓക്കെ. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി ഈ എണ്ണയെ തന്നെ നമ്മൾ സവാള, ഗാർലിക്, ജിഞ്ചർ, മുളക്, കരിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ ഈ ഫിഷ് ഉണ്ടാക്കിയ എണ്ണയെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു. സോട്ട് ചെയ്യും. കളയരുത്. ഇതിൽ തന്നെയാണ് നമ്മൾ ഇനി വറക്കാൻ പോകുന്നത്. ഇത് കുറേ നാളിരിക്കും. ഇത് ഇരിക്കുന്നതോടെ അതിന്റെ ടേസ്റ്റ് കൂടും. അല്ല, ഇതിൽ നമ്മൾ സവാള ചേർക്കുന്നുണ്ട്, അധികം കാലം വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ നമുക്ക് ഒരു 10 days വെക്കാം. പക്ഷേ സാധാരണ പിക്കിൾ എന്ന് പറയുന്നത് കുറേ നാളിരിക്കില്ലേ? പക്ഷേ ഇതിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സവാള ചേർക്കുന്നുണ്ട്. മറ്റേ സാധാരണ പിക്കിൾ വെക്കുന്ന പോലെ കുറേ ദിവസം ഇരിക്കില്ല. 1 week, 10 days ഫ്രിഡ്ജിലിരിക്കും. അപ്പം നമ്മൾ ഫിഷ് മുഴുവൻ വറുത്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അതേ എണ്ണയിൽ ഇനി പിക്കിളിനുള്ള സവാള നമ്മൾ ഇടുന്നത്. ഇത് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്. ഓക്കെ. അത് നമ്മൾ ഈ എണ്ണയിൽ 3 മീഡിയം സൈസ് സവാള നീളത്തിലേക്ക് ചാടുന്നു. അടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്യണം.
പിന്നെ ഇത്രയും ദിവസം ഇരിക്കുന്നത് വേറെ കാര്യമുണ്ട്, നമ്മൾ വിനീഗർ ചേർക്കുന്നുണ്ട്, ഓക്കെ വിനീഗർ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 10 days ഇരിക്കുന്നത്. അല്ലെങ്കിൽ സവാള ഇത്രയും ചേരുന്നുണ്ട് 3-4 ദിവസം കഴിഞ്ഞാൽ കേട് വരുന്നതാണ്. പക്ഷേ സിൻസ് വി ആർ ആഡിങ് വിനീഗർ ഇറ്റ് റിമെയിൻസ് ലോങ്. ഇതിന്റെ പറ്റിയ കോമ്പിനേഷൻ എന്തൊക്കെയാണ്? ഇത് ചോറിൻ്റെ കൂടെ പറ്റും, പിന്നെ കപ്പ, ഇടിയപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ പറ്റും. പിന്നെ 10 ദിവസം ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, 2 ദിവസം അതുകൊണ്ട് അല്ലേ? അതെ. ഇനി നമ്മൾ 3 പോഡ് വെള്ളുള്ളി, 3 തടം, ഒരു 10-20 അല്ലി, 10-20 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 6 പച്ചമുളക് കീറിയത് ഒരു 6 എണ്ണം. ഓക്കെ. ഇത് ഇതിൻ്റെ കൂടെ ഇടുന്നു. കുറച്ച് കരിവേപ്പിലയും നമ്മൾ ചേർക്കണം. എന്നിട്ട് നമ്മൾ സോട്ട് ചെയ്യുന്നു. ഇനി ഇതിൽ വീണ്ടും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം. ഇതാണോ മഞ്ഞപ്പൊടി? സോറി എപ്പോഴും മുളക് പൊടി ചേർക്കണം. നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഫുൾ മുളക് പൊടി ഇടുന്നു. ടേബിൾ സ്പൂൺ കൂടുതലിടാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം എരിവ് ഉണ്ട്. അല്ല, പിന്നെ ഫിഷിൽ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, അതുകൂടാതെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം എരിവ് ഇപ്പം പാകത്തിനുള്ള എരിവുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നു. ഒന്നും കൂടി ഇത് വേവാനുണ്ട്. ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, അധികം വേണ്ട, എന്ന് വെച്ചാൽ മീനിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് ഇറങ്ങും. ഉപ്പ് അപ്പോൾ ഇത്ര ഇടുന്നു. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കുറച്ചും കൂടി വെള്ളം യൂസ് ചെയ്യുന്നു. ഒരു ടേബിൾ സ്പൂണും കൂടി. ഒന്നും കൂടി വേവാനുണ്ട്. ഈ ഉള്ളിയും എല്ലാം ഒന്ന് വേവാനുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ തീ കുറച്ച് അടപ്പ് വെച്ച് നമ്മൾ അടച്ചു വെച്ച് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അടച്ചു വെച്ച് വരും. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വിനീഗർ ചേർക്കണം. ഇല്ല, കുറച്ചും കൂടി വെന്തിട്ട്. എത്ര നേരം വെക്കണം? അടച്ച് ഒരു 3-4 മിനിറ്റ് നമ്മൾ വേവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിനീഗർ ചേർക്കുന്നു, ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ. അത് കഴിഞ്ഞ് നമ്മൾ 2 മിനിറ്റും കൂടി അത് വേവിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. അതൊന്ന് സീസൺഡ് ആവാൻ. പുളിയുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരം കൂടി അതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി. അതെ, അപ്പം ഞാനൊന്ന് ഇളക്കണം. ഡ്രൈ ആകണ്ട, കുറച്ച് ചാറായിട്ട് തന്നെ ഉണ്ടാവും. നമ്മളിനി ഇത് 3-4 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നു. 4 ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത്. ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു. ഇനി 2 മിനിറ്റും കൂടി നമ്മൾ അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചു. വിനീഗർ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി. അപ്പോൾ മൊത്തം ഒരു 7 മിനിറ്റ് കാര്യം ഓവറായി. നമ്മൾ ഇനി വേറെ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഇനി നമ്മൾ നാളികേരം കൊണ്ട് ഒരു കപ്പയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു ഫിഷ് പിക്കിള് പോലെ തന്നെ അതും യൂസ് ചെയ്യാം. അതിന്റെ കൂടെ ഇതാ ഫിഷ് പിക്കിൾ ഇല്ലെങ്കിൽ അത് തന്നെ കഴിച്ചാലും സ്വാദാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യാറായി. ഓഫ് ചെയ്തിട്ട് സീസണിങ് ഒരു 1/2 ടീസ്പൂൺ കൈ വെച്ചിട്ട് ഇങ്ങനെ മതിയല്ലോ. 1/2 ടീസ്പൂൺ എന്നിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടില്ല. നമ്മൾ ഇനി മീനും കൂടി ഇട്ടാലേ റെഡി ആകത്തുള്ളൂ. മസാല റെഡി. മസാല ഒന്ന് ചൂടാറണം. എന്നിട്ടാണ് ഫിഷിലേക്ക് ഈ മസാല. അതെ അതെ, അപ്പോൾ നമ്മൾ ഈ ഫിഷിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ചൂടാറിയിട്ട് അതിൽ ട്രാൻസ്ഫർ ചെയ്യണം. ചൂടോടെ ചെയ്യരുത്. അപ്പോൾ ഒന്ന് ആറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മസാല ആറാൻ. ചേട്ടൻ പ്രാർത്ഥിക്കണോ? അല്ല, ഞാനിത് ആറാൻ കാത്തു വെക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിനിടയിൽ പാത്രമൊക്കെ കൂടെ നല്ലപോലെ ഡ്രൈ ആക്കി ഫിഷ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഫിഷിന് ട്രാൻസ്ഫർ കിട്ടി. ഈ എണ്ണ എടുക്കണ്ട കേട്ടോ. എണ്ണ എടുക്കണോ? വേണ്ട.
ഇപ്പോൾ നമ്മൾ ഇത് നന്നായി തണുത്തു. ആ. ഇനി നമ്മളിത് മീനിൻ്റെ മുകളിലേക്ക് ഇടുന്നു. അപ്പം മീൻ റെഡി, മസാല റെഡി, ഇത് രണ്ടും ഇനി നമ്മൾ മിക്സ് ചെയ്യാണ്. നല്ലപോലെ എല്ലായിടത്തും ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിളമ്പുക. എന്താ ഞാൻ വിളമ്പാം. കൈ വെച്ചാൽ കഴിക്കാവുള്ളൂ. അച്ചാറല്ലേ? മതി മതി. താങ്ക് യു. നമ്മൾ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ടേസ്റ്റ് ഓഫ് കേരള എന്നൊക്കെ പാടിക്കോളൂ. ടേസ്റ്റ് ചെയ്യാൻ പോകണം. എങ്ങനെയുണ്ട്? ഉഗ്രനായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളി ചേട്ടാ. താങ്ക് യു. ഇപ്പം നെയ്മീൻ പിക്കിൾ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. താങ്ക് യു. വെൽക്കം. അപ്പം എന്തായാലും അടുത്ത എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നാളികേരം കൊണ്ട് ഉണ്ടാക്കുന്നൊരു സിമ്പിൾ ഡിഷ്. അത് കപ്പയുടെ കൂടെ ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പം, പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഫിഷ് പിക്കിളിൻ്റെ അത്ര തന്നെ ടൈം വേണ്ട അതിന്. അത്രയും സിമ്പിളാണ്. അത്രയും സിമ്പിളാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നാളികേരം മെയിൻ. അല്ലല്ല, അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കിനി അറിയാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാളികേരം വെച്ചിട്ട് ഒരു സാധനമാണ്. എന്താണ്? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാളികേരം വെച്ചത്. കപ്പയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ അതിൻ്റെ മുക്കി കഴിക്കാവുന്ന എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഡിഷ്. സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം. അപ്പം അതിന് വേണ്ട നമ്മൾ അരമുറി നാളികേരം ചിരവിയത്, അപ്പോൾ ഹാഫ് തേങ്ങ അത് ചിരവി വെച്ചെടുത്തു. പിന്നെ വേണ്ടത് സവാള ഒരു ചെറുത് സ്ലൈസ് നീളത്തിലരിഞ്ഞത്. ഒരു സവാള, ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞത്. പിന്നെ ഒരു 5-6 പച്ചമുളക്. പിന്നെ ഒരു നാരങ്ങ. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പും മഞ്ഞപ്പൊടി. പിന്നെ ഇതിന് വേണ്ട ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റംബ എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, ഇതിനൊരു ഫ്ലേവർ. തിലോത്തമ്മ റംബ, ഇത് റംബ, മറ്റേത് രംഭ, ഇത് ദിസ് ഇസ് റംബ. അപ്പോൾ ഇത് ദിസ് ഗിവ്സ് ആൻ ആഡഡ് ഫ്ലേവർ ടു ദ ഡിഷ്. റംബ എന്ന് പറയും. അത് നമ്മൾ ചെറുത് പീസായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഫ്ലേവർ വേറൊരു ഫ്ലേവറാണിത്. ഇലയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട വെളിച്ചെണ്ണ ഇടുന്നു. ആദ്യം അടുപ്പ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടുന്നു. പിന്നെ നമ്മൾ ഒരു സവാള, ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞത് ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നു. പിന്നെ പച്ചമുളക് നമ്മൾ ഇതൊന്ന് വഴറ്റുന്നു. ഇനി നമ്മൾ 4-5 പച്ചമുളക് നടുവേ കീറിയതിലേക്ക് ഇടുന്നു. ഇവിടെ എത്ര പൂച്ചകളുണ്ട് മൊത്തം? ഇവിടെ ഒരു 8 പൂച്ചയുണ്ട്. ഇവിടെ മുഴുവൻ പൂച്ചകളാണ്. കാലിനടിയിലൊക്കെ പൂച്ചയുണ്ട്. ഇനി നമ്മൾ നാളികേരം ഇടുന്നു. തീ താത്തിയിട്ട് കരിഞ്ഞു പോവും. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു, സവാള പച്ചമുളക് ഇട്ടു. അതിനു മുമ്പ് ഈ റംബ എന്ന് പറഞ്ഞ ഇലയും കൂടി ഇതിൽ ചേർക്കുന്നു. ഇല നമ്മളൊരു ചെറിയ 5-6 പീസായിട്ട് അത്രയും മതി, കൂടുതലിടരുത്. ഫ്ലേവറിന് വേണ്ടി അത്രയും മതി. ഇപ്പോൾ ഇട്ട ക്വാണ്ടിറ്റി മതി. റംബ ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കണം ഒന്നും കൂടി. ഈ അരമുറി നാളികേരം ഇട്ടത് തീ ഒന്ന് കുറച്ചിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ ഇതിലേക്ക് ചേർക്കണം. മൊരിയരുത്. ഉള്ളിയും മുളകും ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് തീ കൂട്ടാം, ഒന്ന് വഴറ്റണം. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാളികേരമാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഒരു 2-3 മിനിറ്റ്. നാളികേരം, സവാള, പച്ചമുളക്, റംബ വെളിച്ചെണ്ണയിൽ നമ്മൾ സോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം, ഒരു 2-3 സ്പൂൺ. അധികം വെള്ളം ആവരുത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് ടേസ്റ്റിന് 1/4 ടീസ്പൂൺ. ഞാൻ ഇളക്കുക. ഇരുന്നോട്ടെ. മുഴുവൻ ഇട്ടോളൂ, അത് മുഴുവൻ ഇട്ടു. പിന്നെ ഉപ്പ് പാകത്തിന്. ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരു അത്ര ഇരുന്നോട്ടെ. ഇട്ടോളൂ, അത് മുഴുവൻ ഇടാം. പിന്നെ നമ്മൾ ഒന്നും കൂടി വെള്ളം ചേർക്കണം. ഇത് വേവണം. അടച്ചു വെച്ചിട്ട്
ഒരു 2-3-4 മിനിറ്റ് വേവണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഈ തേങ്ങ നന്നായിട്ട് വേവാനായിട്ടുള്ള വെള്ളം. പിന്നെ നമുക്ക് അടച്ചു വെക്കാം അല്ലേ? അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അടച്ചു വെക്കാൻ പോണ്. ലോ ഫയർ. തീ കുറച്ച് വെക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ താത്തിയിട്ട് ഒരു 3 മിനിറ്റ് വേവണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൽ നമ്മൾ നാരങ്ങ ഒരു ടീസ്പൂൺ നാരങ്ങ ഓഫ് ചെയ്തിട്ട് ഒഴിക്കണം. ഡിഷ് ഒന്നുമില്ല, അരക്കലൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷാണ്. അതുകൂടാതെ കപ്പയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഐഡിയൽ മുക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഒന്നും കൂടി നമ്മൾ ഇത് ഇളക്കണം. വെന്ത് വരുന്നു, ഇളകി മറിയുന്നു. നമുക്കിനി ഇത് ഇപ്പോൾ ഒഴിക്കാൻ പാടില്ല അല്ലേ? വരട്ടെ, ഒന്നും കൂടി വേവട്ടെ. ഇത് കുറച്ചും കൂടി ആയാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി വേവട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ വീട്ടിൽ റംബ ഇല്ലാത്തവർ എന്ത് ചെയ്യും? റംബ ഇല്ലാത്തവരുടെ റംബ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച്, റംബയാണ് ഇതിന് ടേസ്റ്റ് ആഡഡ് ഫ്ലേവർ കൊടുക്കുന്ന റംബയാണ്. ആണല്ലേ? അതിന് നമ്മൾ തുറക്കണം, ഒന്നും കൂടി ഇളക്കണം, നമ്മളത് ഓഫ് ചെയ്യണം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഒരു നാരങ്ങ പിഴിയണം. പകുതി നാരങ്ങ, ഹാഫ് നാരങ്ങ പിഴിഞ്ഞാൽ അത് നമ്മൾ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അതിൻ്റെ ഫ്ലേവറും കൂടി ആഡഡ് ഫ്ലേവർ. നമ്മൾ ഈ സ്പൂണിൽ തന്നെ, ഇതൊരു ടേബിൾ സ്പൂണാണ്, പക്ഷേ സാരമില്ല, കുറച്ച് കൂടിയോണ്ട് കുഴപ്പമില്ല. നാരങ്ങ വെള്ളം കൂടി ഒഴിച്ചു. നാരങ്ങ വെള്ളമല്ല, നാരങ്ങ നീര്. വെള്ളം ചേർക്കുന്നില്ല. നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ നാരങ്ങ ജ്യൂസിൽ വെള്ളം ചേർക്കുന്നു. ഇത് തനി നാരങ്ങ മാത്രം, വ്യത്യാസം. കഴിഞ്ഞു. ഡിഷ് ഇസ് റെഡി. ഇനി ടേസ്റ്റ് ചെയ്യൂ. ടേസ്റ്റിംഗ് ഇസ് റെഡി. ഇപ്പൊ വരും. ഞാൻ റംബയൊക്കെ കഴിക്കണോ ചേട്ടാ? റംബ കഴിക്കണ്ട, കരിവേപ്പില കഴിക്കില്ലല്ലോ. കഴിക്കുന്നവരുണ്ട്. ഇതിൽ കഴിച്ച് ചൂടുണ്ട്. ഉള്ളിയൊക്കെ എടുക്കുക അല്ലേ? എല്ലാം എടുക്കാം, പക്ഷേ റംബ കഴിക്കരുത്. നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. നേരത്തെ കപ്പയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഐഡിയൽ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷ്. നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ, സൂപ്പർ. താങ്ക് യു. ഇതിൻ്റെ കൂടെ കപ്പയുടെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇത് വെറുതെ തന്നെ കഴിക്കാം. ഓക്കെ. ഒരു പുളിയൊക്കെ വരുന്നുണ്ട്, അതെന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ കഴിച്ചു നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. വളരെ സിമ്പിളാണ്. തേങ്ങ, റംബ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്പം തന്നെ ഷടപടയിൽ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സൈഡിൽ കപ്പ, ഇടിയപ്പം, അങ്ങനെ നല്ല. എനിക്ക് തോന്നുന്നു ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. വെൽക്കം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ചേട്ടാ. എനിക്ക് രണ്ടും ഇഷ്ടമായി. പിക്കിൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ സിമ്പിളാണ്. എനിക്ക് വരെ ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? ഫിഷ് പിക്കിൾ ഉണ്ടാക്കാം, അത് എളുപ്പമല്ലേ? അത് ഞാൻ മമ്മീനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഇതേപോലെ ഒരു നല്ല എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. Till then it's bye from Sarah. താങ്ക് യു എന്നാണോ ചേട്ടൻ്റെ പേര്? അല്ല, ദീപക്. അപ്പം ദീപക് ചേട്ടനും ഞാൻ ഇവിടെ പറയുന്നു ടാറ്റ.